ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കാനഡയിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായെങ്കിലും അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ള എൻ്റെ പരാതി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോകുന്നത് ടൊറോണ്ടോയിലോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഒന്നിച്ചിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഞങ്ങൾ പാപ്പൻ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അന്നധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വൺ ഓഫ് മൈ ഡ്രീംസ് ആയിട്ടുള്ള CN ടവർ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ പോകുന്ന വഴിയെല്ലാം ഞാൻ ഭയങ്കര കൗതുകത്തോടെയാണ് പുറത്ത് നോക്കിയിരുന്നത്. കാരണം ഈ സ്നോ കാണാമെന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല, അവിടെ കാണുന്ന എല്ലാം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് റിപ്ലീസ് അക്വേറിയത്തിലോട്ടാണ്. തൊട്ടപ്പുറത്തായിരുന്നു CN ടവർ. ജസ്റ്റ് ഒന്ന് ചെറുതായി ഞാൻ കണ്ടെങ്കിലും മിതു പറഞ്ഞു ആദ്യം നമുക്ക് റിപ്ലീസ് അക്വേറിയത്തിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അക്വേറിയത്തിൽ കയറി. അത് എന്താ പറയുക, ഞാൻ എക്സൈറ്റഡ് എന്നുള്ള വാക്ക് ഒരുപാട് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യമാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പിക്ചേഴ്സിൽ കാണുന്ന അതേപോലുള്ള ഒരുപാട് ഫിഷസിനെ ഞാൻ അവിടെ കണ്ടു. ഇത് നോക്കി, ആ പിക്ചറിലുണ്ടായിരുന്നുള്ള അതുപോലെ തന്നെയില്ലേ അത് കാണാൻ. വളരെ വലിയൊരു ജയൻ്റ് ഒക്ടോപ്പസിനെ കണ്ടു. അത് വളരെ വലുതായിരുന്നു കാണാൻ. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാനതിങ്ങനെ ഒരുപാട് നേരം അതിങ്ങനെ നോക്കി. ഞാൻ വാപ്പ വിളിച്ച് നോക്കി നിന്ന് കണ്ടിട്ട് അവൻ പറഞ്ഞു, നീ അത് മാത്രം കണ്ടോടെ നിന്നാൽ മതി, ഇനി അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ ഇതാ സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ പോയത്. പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനിത് നോക്കി അങ്ങനെ ഒരുപാട് നേരം അത് നോക്കി അവിടെ ഇങ്ങനെ നിന്നു. ഇതൊക്കെ ആസ്വദിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഐറ്റത്തിനെ കണ്ടത്. ഇത് വളരെ വലുതായിരുന്നു, കാണാൻ വളരെ വലുതായിരുന്നു. അങ്ങനെ ഇത് കണ്ട് ഞാൻ ഇതിൻ്റെ വാരോട്ട് സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ ഉള്ളിൽ കാണുന്നത് പല്ലാണോ അല്ലയോ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും നോക്കി റിസർച്ച് ചെയ്ത് ഒരുപാട് നേരം അവിടെ നിന്നു. അപ്പോൾ ഇത് അതേ സൈസിൽ ഒരുപാട് മീനുകൾ, ആ സെയിം സൈസിലുള്ള മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം മീനിനോട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തോ നിലാവത്തഴിച്ചിട്ട കോഴിയുടെ പോലെ ഇതെല്ലാം നോക്കി. സത്യം പറഞ്ഞാൽ ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല. ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കായിരുന്നു. കൂടെ അവനുണ്ടോയെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഫീൽ ദ ഈൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ തൊട്ടിട്ട് എൻ്റെ ഓവർ എക്സ്പ്രഷൻ കണ്ടിട്ട് അവൻ വിചാരിച്ച് ഞാൻ അഭിനയിക്കുകയാണെന്ന്. അപ്പോൾ അവൻ്റെ വക അവനൊന്ന് ട്രൈ ചെയ്യാൻ പോയതാണ്. മിഥുനും ആ സെയിം ഫീൽ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല, അത് കണ്ടാൽ മനസ്സിലാവും. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം ഒരു ഇലക്ട്രിക് ഇതാണ് വരുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ റിയൽ മുതലിനെ ഒന്ന് കാണാൻ പോയതാ. ഇതാണ് ഇലക്ട്രിക് ഈൽ. അപ്പോൾ അത് കണ്ടു. അങ്ങനെ അപ്പുറത്ത് ആർക്കും ഒരു ആപത്തുമില്ലാതെ നമ്മുടെ സീ ഹോഴ്സസ് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ല. ഇത് പിരാനയാണ് കേട്ടോ. ഈ എന്താ പറയുക, മനുഷ്യരെയൊക്കെ കഴിക്കുന്നതാണ് അതാണോ എന്ന് എനിക്കറിയില്ല. എനിവേ അതിൻ്റെ പേര് പിരാന എഴുതിയിരുന്നു. പിന്നെ ഈ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ GK-ലൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെ ജെല്ലി ഫിഷിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ജെല്ലി ഫിഷിന് എനിക്ക് ഭയങ്കര ഒരു കാണാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അങ്ങനെ അവിടെ ഒരുപാട് ജെല്ലി ഫിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജെല്ലി ഫിഷിൻ്റെ ഓരോ ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഒരുപാട് എന്താ പറയുക, അത് ഏത് ഫോമിൽ അതിൻ്റെ ഗ്രോത്തുള്ള ഓരോ ഫേസും വെച്ചിട്ടുള്ള ഒരുപാട് ഭംഗിയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതാ ഈ കാണുന്നതിൻ്റെ ഓരോ ഫേസിൽ അത് എങ്ങനെ ഉണ്ടാവും കാണാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെല്ലി ഫിഷസിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ടായിരുന്നു അവിടെ. 2-2.5 മണിക്കൂർ എടുത്ത് അങ്ങനെ റിപ്ലീസ് അക്വേറിയം മൊത്തം കവർ ചെയ്തിട്ട് ഇനി ഞങ്ങൾ പോകുന്നത് CN ടവർ കാണാനാണ്. അപ്പോൾ അതിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.